തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ എൻ ജോയിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം 25 മണിക്കൂർ പിന്നിടുകയാണ്. മാലിന്യക്കൂമ്പാരം ദൗത്യം ദുഷ്കരമാക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഇതുവരെ നേരിടാത്ത വെല്ലുവിളിയാണ് രക്ഷാപ്രവർത്തനത്തിൽ നേരിടുന്നതെന്ന് ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ 24നോട് പറഞ്ഞു. മറ്റ് ജില്ലകളിൽ നിന്നുള്ള സ്കൂബ ടീം കൂടി രക്ഷാപ്രവർത്തനത്തിനെത്തും. ഇടവേളയില്ലാതെ തെരച്ചിൽ തുടരും. ജീവൻ പണയപ്പെടുത്തിയാണ് സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് DGP പറഞ്ഞു. അണ്ടർഗ്രൗണ്ടിലുള്ള ടണൽസാണ്. ഈ ടണൽസ് എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങളായിട്ട് അവിടെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ പലതും ഉണ്ട്. ഇത് തന്നെ 140ഓളം മീറ്റർ റെയിൽവേ ട്രാക്കിലാണ്. ട്രാക്ക് നമ്പർ 1 to 4 ഇടയിലാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ സ്കൂബ ഡൈവേഴ്സ് നോക്കിയപ്പോൾ അവർക്കൊരു 30 തൊട്ട് 40 മീറ്റർ വരെ മാത്രമേ പോകാൻ കഴിഞ്ഞുള്ളൂ. അതുവരെ വെള്ളമുള്ളൂ. പിന്നെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂട്ടിയ വലിയൊരു പാറയായിട്ട് ടൺ കണക്കിന് മാലിന്യം അവരുടെ ശരീരത്തിൽ വന്ന് പതുക്കുകയാണ്. അവർക്ക് നിവർന്ന് നിൽക്കാനും ശ്വാസം വിടാനോ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പോയാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആമയിഴഞ്ചാൻ തോടിന്റെ പുനരുദ്ധാരണത്തിൽ റെയിൽവേക്കും കോർപ്പറേഷനും ജലവിഭവ വകുപ്പിനും കൂട്ടുത്തരവാദിത്തമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. MG പ്രദേശും ഹരികൃഷ്ണനും സലിം മാലിക്കും ചേരുന്നുണ്ട്. അവിടെ നിന്ന് വിവരങ്ങളുമായി ആദ്യം ഹരികൃഷ്ണനിലേക്കാണ്. ഹരികൃഷ്ണൻ, ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിരാവിലെ മുതൽ വീണ്ടും രക്ഷാപ്രവർത്തനം എൻജോയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. പക്ഷേ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? സ്മിത, ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ കീഴിലാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതായത് ഈ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിനകത്തേക്ക് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുറച്ച് മാലിന്യങ്ങൾ മാറ്റിയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് വളരെ കുറച്ച അളവിൽ മാത്രമാണ് ആ മാലിന്യങ്ങൾ നീക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന്റെ ബാക്കി എന്നോണം ഇന്ന് ഒരു സ്കൂബ അംഗം അവിടേക്ക് ഇറങ്ങി പരിശോധന. ഇപ്പോൾ അടിയിലും വേസ്റ്റാണ്. നേരത്തെ പോയതിനേക്കാളും ഈ സൈഡ് ചെയ്തതിനേക്കാളും വേസ്റ്റ് അടിയിലുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഈ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഗ്യാപ്പ് കുറയുന്നുണ്ട്. മീറ്ററിലൂടെ പുറത്തേ അറിയത്തുള്ളൂ. നമുക്ക് എത്ര മീറ്റർ എന്ന് അറിയത്തില്ല. സാറേ, എത്ര മീറ്റർ പോയിട്ടുണ്ട്? അല്ല, മുന്നോട്ട് പോകാൻ ഗ്യാപ്പ് കുറവാണ്. നമുക്ക് മേളിലോട്ട് ഒരു 1/2 മീറ്റർ ഗ്യാപ്പേ ഉള്ളൂ വെള്ളം പോകുന്നത്. അതിന്റെ മേളിലും വേസ്റ്റാണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളി നീക്കാൻ പറ്റില്ല, അത്ര വേസ്റ്റാണ്. താഴെ അതുപോലെ തന്നെ, താഴെ മൊത്തം വേസ്റ്റാണ്. സ്മിത, ഇപ്പോൾ ഈ മൂന്നാമത്തെ നമ്പർ പ്ലാറ്റ്ഫോം മാൻഹോളിലേക്ക് ഇറങ്ങിയ സ്കൂബ അംഗമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാലിന്യ കൂമ്പാരം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് ഒരു 15 മീറ്റർ അപ്പുറം പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് ഇന്നലെ പരിശോധിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എതിർവശത്തേക്കാണ് ഇപ്പോൾ ആ സ്കൂബ അംഗം തെരച്ചിലിനായിട്ട് ഇറങ്ങിയത് എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ശ്വാസം കിട്ടുന്നില്ല അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് അവരുടെ ജീവന് തന്നെ ആപത്താണ് എന്നുള്ളതാണ്. ഇവിടെ ഈ 3-ാമത്തെ നമ്പർ പ്ലാറ്റ്ഫോമിലെ ഈ മാൻഹോളിൽ പരിശോധനയ്ക്ക് നേരത്തെ ഇറങ്ങിയ ഈ സ്കൂബ അംഗം വീണ്ടും തിരിച്ചു കയറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുന്ന കാര്യം. ഏതായാലും അത്തരത്തിൽ ഇവിടെ വീണ്ടും പരിശോധന നടത്തിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട ടണലിലും പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഒരാൾ കൂടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ നൈറ്റ് വിഷൻ ക്യാമറയുള്ള ഒരു റോബോട്ടിക് സാങ്കേതിക വിദ്യയാണ്. അതിൻ്റെ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടിയായിരിക്കും ഇനി രക്ഷാദൗത്യം എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരംഗം കൂടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. പോകാനായിട്ടും ബുദ്ധിമുട്ടാണ്. അതാണ് ഈ തെരച്ചിലിനെ ദുഷ്കരമാക്കുന്ന പറഞ്ഞാൽ ഈ വേസ്റ്റും ഈ ഡൈവ് ചെയ്ത് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉള്ളതാണ്. ഡേഞ്ചറാണ്. നമുക്ക് മാലിന്യം തന്നെയാണ്, മാലിന്യം ഫുള്ള്. കാരണം ഈ പല ഡ്രസ്സ് അതും വെയിറ്റ് ഈ പ്ലാസ്റ്റിക് ഐറ്റം എല്ലാം മേളിൽ പൊങ്ങി നിൽക്കും. പക്ഷെ ആ ഭാഗത്ത് വേസ്റ്റ് മറ്റു സാധനങ്ങളെല്ലാം താഴ്ന്നു കിടക്കും. അപ്പൊ അതിനെ വകഞ്ഞു മാറ്റി ഇവർ പോകുന്ന സ്ഥലങ്ങളിലേക്കും പോകുന്നത്. അത്രയും റിസ്ക് എടുത്താണ് ഇപ്പൊ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്തായാലും നോക്കണം. ഒന്ന് റെസ്റ്റ് ആക്കിയിട്ട് അടുത്തൊന്ന് എങ്ങനെയാണ് അപ്പുറം ഒന്ന് ഇറങ്ങിയിട്ട് നോക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ റെയിൽവേയുടെ വേസ്റ്റ് ഒക്കെ ആയിരിക്കും ഒരു പക്ഷെ. എന്റെ കയ്യിലൊക്കെ അതിന്റെ സ്മെല്ലുണ്ട് ഇപ്പം. നിങ്ങൾക്ക്
സ്മിത, അതേപോലെ തന്നെ അസഹ്യമായ ദുർഗന്ധം, അതേപോലെ തന്നെ മാലിന്യം അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വെല്ലുവിളിയാകുന്നത്, ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത് എന്നുള്ളതാണ് ഈ സ്കൂബ അംഗം പറയുന്നത്. 3 പേരാണ് ഇതിനകത്തേക്ക് ഇറങ്ങിയത്. അതിൽ 2 പേരാണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളത്. നിലവിൽ ഈ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ ഈ പരിശോധന താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണണം. വളരെയധികം മാലിന്യങ്ങൾ ഇതിനകത്തേക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് കുറച്ചധികം മാറ്റിയെങ്കിൽ മാത്രമേ തെരഞ്ഞു പോകാനായി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനോടൊപ്പം തന്നെ ഇപ്പോഴും ഈ സമയവും ഇവിടെ നിൽക്കുമ്പോഴും അപ്പുറത്ത്, അതായത് ഈ പ്രധാനപ്പെട്ട പ്രവേശന മുഖത്ത്, അതായത് ടണലിന്റെ പ്രവേശന മുഖത്ത് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അവിടെയും ഈ തരത്തിൽ ഇന്നലെ പരിശോധന നടത്തിയതാണ്, പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. നിലവിൽ അവിടെ ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഈ NDRF സംഘവും അതേപോലെ തന്നെ ജില്ലാ കളക്ടറും മറ്റുള്ളവരൊക്കെ കൂടെയാണ് ഈ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഈ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഈ ഉന്നതതല യോഗം കൂടിയിരുന്നു. അതിൽ എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഈ രക്ഷാദൌത്യം ഇനി എങ്ങനെ വേണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെയിൽവേയുടെ സഹായത്തോടു കൂടി മാത്രമേ ഇനി രക്ഷാദൌത്യം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിൽ ഇതുവരെ തെരച്ചിൽ നടത്താത്ത ഈ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിനും 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള ഈ ടണലിന്റെ അവിടെ ഇത്തരത്തിൽ ജോയി കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള ഒരു സംശയം അത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ശരി. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. MG പ്രതീഷിലേക്ക് കൂടി പോവുകയാണ് നമ്മൾ. പ്രതീഷ്, ഇപ്പോൾ ഹരികൃഷ്ണനോട് സംസാരിച്ച അംഗങ്ങളിൽ ഒരാൾ പറയുകയായിരുന്നു, ഈ മാലിന്യം വല്ലാതെ താഴെ അടിഞ്ഞിരിക്കുന്നു, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുകളിലെത്തും, പക്ഷേ തുണി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ താഴെ അടിഞ്ഞിരിക്കുന്നു, അത് വലിയ വെല്ലുവിളിയാകുന്നു. ഈ സമയത്ത് നമ്മൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലെങ്കിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട് ഈ കോർപ്പറേഷനുകളിലൊക്കെ തന്നെ. മാലിന്യ സംസ്കരണത്തിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ എന്തു ചെയ്യണം, ബയോ മാലിന്യങ്ങൾ എന്തു ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. ഒപ്പം തന്നെ റെയിൽവേ ട്രെയിനുകളിൽ നിന്ന് വരുന്നതാകാമെന്നും സംശയം പറയുന്നു. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നിപ്പോൾ ഈ ദൗത്യത്തിനെ ഏറ്റവും കൂടുതൽ ദുഷ്കരമാക്കുന്നതും ആ രീതിയിലുള്ള നമ്മുടെ കൂടി ഒരു ഉത്തരവാദിത്വം ഉണ്ട് ഇതിലെന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? വലിയ കഷ്ടമാണ്. സ്മിത, തീർച്ചയായും. കാരണം ഒരു കാലത്ത് തിരുവനന്തപുരത്തിന്റെ അലങ്കാരമായി പറഞ്ഞിരുന്നതാണ് ആമയിഴഞ്ചാൻ തോട്. പക്ഷേ ആ ആമയിഴഞ്ചാൻ തോടിന്റെ ദയനീയ അവസ്ഥയാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഒരു 20 മണിക്കൂർ പിന്നിട്ട രക്ഷാദൌത്യത്തിലെല്ലാം തന്നെ നമ്മൾ കണ്ടത് ആ വലിയ അലങ്കാരമായി പറഞ്ഞിരുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ ദയനീയ അവസ്ഥയാണ്. ഈ തോട്ടിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇല്ലാത്ത മാലിന്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പ്ലാസ്റ്റിക്കുകൾ, തെർമോകോളുകൾ, ഡയപ്പറുകൾ, മദ്യക്കുപ്പികൾ, അങ്ങനെ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, അങ്ങനെ എല്ലാ മാലിന്യങ്ങളും നിറഞ്ഞൊഴുകുകയാണ് ആമയിഴഞ്ചാൻ തോട്ടിലോടുകൂടി. അതാണ് ഈ ജോയിയെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തിൽ വലിയ ദുഷ്കരമായിരിക്കുന്നത്. കാരണം 20 മണിക്കൂർ പിന്നിട്ടിട്ടും ജോയി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തേക്ക് പോലും, അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് പോലും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്തത് ഈ മാലിന്യ കൂമ്പാരമാണ്. ഏകദേശം 119 മീറ്ററാണ് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലുള്ളിലൂടെ കടന്നു പോകുന്ന ടണലിന്റെ ദൂരം. ഇതിൽ എവിടെയെങ്കിലും ജോയി ഉണ്ടാകുമെന്നതാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്ന കാര്യം. ഇതിൽ ഏകദേശം 50 മീറ്റർ നിലവിൽ സ്കൂബ ടീം അംഗങ്ങൾ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് സ്കൂബ ടീം അംഗങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ടണലിന്റെ ഒരു സാഹചര്യം അതിന് തടസ്സം നിൽക്കുന്നു. ഒപ്പം മാലിന്യ കൂമ്പാരം ടണലിനുള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂബ അംഗങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നിലവിൽ 2 ഘട്ടങ്ങളിലായി ഇതിന്റെ മറുഭാഗത്തും പരിശോധന നടത്തിയിരുന്നു. നേരത്തെ ഹരികൃഷ്ണൻ സൂചിപ്പിച്ച ഈ 3-ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ മാൻഹോളിൽ ഇറങ്ങി വീണ്ടും 2ാമതൊരു പരിശോധന കൂടി നടത്തിയെങ്കിലും ആ ശ്രമവും വിഫലമായിട്ടുണ്ട്. നിലവിൽ ഇനി മുൻഭാഗത്ത് വീണ്ടും പരിശോധന നടത്തും. സ്കൂബ ടീം അംഗങ്ങൾ വീണ്ടും മുൻഭാഗത്ത് പരിശോധന നടത്തും. അവിടെയായിരിക്കും ഇനി തിരച്ചിൽ പുരോഗമിക്കുന്നത്. NDRFന്റെയും നഗരസഭാ ജീവനക്കാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ സംയുക്തമായൊരു തിരച്ചിൽ, ഒരു രക്ഷാദൌത്യമാണ് ഇവിടെ നടത്തുന്നത്. പക്ഷേ അതിൽ കാര്യമായൊരു പുരോഗതി ഉണ്ട് എന്ന് നമുക്ക് ഈ മണിക്കൂറിൽ പറയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഒപ്പം ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്നലെ രാത്രി തൊട്ട് നടത്തുന്നുണ്ടെങ്കിലും അതും കാര്യമായൊരു പുരോഗതി, ഒരു ഗുണമോ ഉണ്ടാകുന്നില്ല. നിലവിൽ ഈ പ്രധാനമായും ഏറ്റവും കാര്യക്ഷമമായി നടക്കുന്നത് ഫയർഫോഴ്സിന്റെ
തിരച്ചിൽ മാത്രമാണ്. സ്കൂബ ടീം അംഗങ്ങൾ മണിക്കൂറുകളില്ലാത്ത വിശ്രമിക്കാതെ മണിക്കൂറുകളായി ജോലി ചെയ്യുകയാണ്. ഈ ഫയർഫോഴ്സും ഒപ്പം സ്കൂബ ടീം അംഗങ്ങളും അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം നടത്തുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു നിലവിൽ രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യം പരിഗണിച്ച് എപ്പോൾ ഈ ജോയിയെ കണ്ടെത്തുമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് പോലുമില്ല. അത് സ്മിത ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ സൂചിപ്പിച്ച ഈ മാലിന്യ കൂമ്പാരം തന്നെയാണ് തടസ്സം. ഈ ടണലിനുള്ളിൽ എത്രത്തോളം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നുവെന്ന കാര്യം പോലും കൃത്യമായി അറിയാൻ ഈ തിരച്ചിൽ നടത്തുന്ന ആളുകൾക്ക് കഴിയുന്നില്ല. നേരത്തെ ആദ്യഘട്ടത്തിൽ റെയിൽവേ കൃത്യമായ ഒരു സഹകരണം റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു നഗരസഭയുടെയും സർക്കാരിന്റെയും പ്രധാനപ്പെട്ട ഒരു അതൃപ്തി. പക്ഷേ നിലവിൽ റെയിൽവേ അധികൃതർ സഹകരിക്കുന്നുണ്ട് എന്നതാണ് മന്ത്രി വി ശിവൻകുട്ടി ബെഡാണ് താഴെ വേസ്റ്റാണ് വെച്ചാൽ വെയിറ്റ് കൂടിയ വേസ്റ്റാണ് ആണ് താഴെ നിൽക്കുന്നത്. ബാക്കിയെല്ലാം മുകളിലായിട്ട് ലെയറായിട്ട് നിൽപ്പുണ്ട്. തൊട്ടാലൊന്നും അത് ഇളകിയൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിന് ഇടയിൽ മാക്സിമം നമ്മൾ കൈകൊണ്ട് ഓരോ വേസ്റ്റും എടുത്തെടുത്ത് സെർച്ച് ചെയ്താണ് പോയത്. ഇപ്പോൾ ഒരു 24 മണിക്കൂർ കഴിഞ്ഞ സ്ഥിതിക്ക് അല്പമെങ്കിലും വെള്ളത്തിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സിലിണ്ടറിലോ ഒക്കെ അത് ടച്ച് ആവണം. ഈ 20 മീറ്ററിനകത്ത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാര്യം നമ്മൾ ഒരു സൈഡിലൂടെ പോയി മറ്റേ സൈഡിലൂടെ നമ്മൾ തിരിച്ചു വന്നു. ഇനി അതിന് താഴോട്ടാണ് നോക്കേണ്ടി വരുന്നത്. അല്ല, ഇതിനിപ്പോൾ ഈ മാൻഹോളിന്റെ മാപ്പും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സാറ് നമുക്ക് ഇത്ര സമയം കൊണ്ട് ഇപ്പോൾ 20 മീറ്റർ നമ്മൾ പോയത് ഏകദേശം 20 മിനിറ്റോളം എടുത്തിട്ടാണ്. അപ്പോൾ 20 നമ്മൾ തിരിച്ചു വരാനുള്ള 40 മിനിറ്റും പിന്നെ നമ്മുടെ സേഫ്റ്റി ടൈമാണ്. കാര്യം എന്തെങ്കിലും നമുക്ക് ഇഷ്യൂ വന്ന് നമ്മൾ അവിടെ ആയിപ്പോയി കഴിഞ്ഞാൽ ഒരു ടീം നമ്മൾ ഇറങ്ങി വന്ന് എടുക്കുന്നതിനുള്ള ഒരു അരമണിക്കൂർ ടൈമും കൂടെ കണക്കാക്കിയിട്ടാണ് സാർ നമ്മളെ തിരിച്ചു പിടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 20 മിനിറ്റ് മാത്രം പോയിട്ട് തിരിച്ചു വരണതിൻ്റെ കാര്യം. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ദൂരം പോവാം. ആ മറ സൈഡിൽ നമുക്ക് കയറാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ദൂരം പോയിട്ട് ആ സൈഡിൽ നമുക്ക് ഉയർന്നു വരാൻ പറ്റും. സാർ നമ്മൾ റിവേഴ്സാണ് പോകുന്നത്. അതായത് കാലിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ മൂവ് ചെയ്ത് പോകുന്നത്. കാരണം എന്തെങ്കിലും കാരണവശാൽ അവിടെ അടഞ്ഞ് നമുക്ക് തിരിച്ച് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ ബാക്കിലോട്ടേക്കാണ് പോകുന്നത്. മാലിന്യം ഇതിനകത്തൊന്നും നീക്കം ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല കഴിയുമെന്നുള്ള ഒരു സാഹചര്യം ഇല്ല. ഇതിനകത്ത് പാടാണ്. പിന്നെ ഇനി ആള് ഉണ്ടോ എന്നുള്ളത് വീണ്ടും താഴേക്ക് സെർച്ച് ചെയ്ത് പോകാന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോൾ സെർച്ച് ചെയ്ത ഏരിയയെല്ലാം നമ്മൾ നല്ല കവർ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഇനി താഴേക്ക് നോക്കുക എന്നുള്ളതാണ്. ഇത് സാധാരണ നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണെങ്കിൽ ഒരു 10-20 മീറ്ററിനകത്ത് ആളിനെ കിട്ടണം. അപ്പം അതും കടന്ന് പോയിരിക്കുകയാണ്. അതോ കൺഫ്യൂഷൻ. അതെ, അല്ല എല്ലാം തിരച്ചിൽ നടത്തിയതാണ് എല്ലാ സൈഡും. കാര്യം ഇന്നലെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് 30 മീറ്റർ വന്ന് 45 മീറ്റർ വന്ന് 2 തവണ. ഇപ്പോൾ ഈ ഒരു 10 മീറ്റർ പോയി. അത് നമ്മൾ തിരിച്ച് അങ്ങോട്ടും പോയിട്ടുണ്ട്. 2 സൈഡും പോയിട്ടുണ്ട്. അങ്ങോട്ടും ഇല്ല, ഇടയ്ക്കില്ല, ഭാഗമല്ല. ഇത് ഫുൾ കവറായി. 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടുണ്ട് നമ്മൾ ടീം പോയത്. ഇല്ല, ഇനി താഴേക്ക് കുറച്ചുകൂടെ എനിക്ക് പറയാൻ തോന്നുന്നത് കുറച്ച് ഡെപ്തും ഉണ്ട്, കുറച്ച് വൈഡാണ് സംഭവം അങ്ങോട്ടേക്ക്. ഇനി അവിടെ ഉണ്ടാകാൻ സാധ്യത നോക്കാം. സ്മിത, ഇപ്പോൾ ഈ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അകത്തിറങ്ങിയിരിക്കുന്ന സ്കൂബ അംഗമാണ് നമ്മളോട് സംസാരിച്ചത്. അതായത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ എതിർദിശയിലും ഇത്തരത്തിൽ പരിശോധന നടത്തി. പക്ഷെ അവിടെയും ഒരു സൂചനയും, അതായത് ജോയി കണ്ടെത്താനുള്ള ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റും ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാലിന്യം നീക്കിയിരുന്നു. എന്നിട്ടും ഒരു സൂചനയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂബ അംഗം തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രക്ഷാദൗത്യം അതീവ ദുഷ്കരമാണ് എന്നുള്ളതാണ്. കാരണം ഈ മാലിന്യ കൂമ്പാരം ഈ കോൺക്രീറ്റ് സ്ലാബുമായി ജോയിന്റ് ആയി, അതായത് അട്ടിയായി പോയിരിക്കുന്നു. അത് മാറ്റുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായ ഒരു കാര്യമാണ്. അത് ഒരു മനുഷ്യനെ കൊണ്ട് മാത്രമേ സാധിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അപ്പോഴും ആ മനുഷ്യനും അതിനകത്തേക്ക് ഇറങ്ങി അത് കൈകൊണ്ട് മാറ്റുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ്, വലിയ വെല്ലുവിളിയാണെന്നുള്ളതാണ് സ്കൂബ അംഗം നമ്മളോട് സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി എവിടെയാണ് പരിശോധന നടത്താനുള്ള ഭാഗങ്ങളുണ്ട്. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ഇനിയുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധന നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആമേഴഞ്ചാം തോട്ടിന്റെ പ്രധാന പ്രവേശന ടണലിൽ മാത്രമാണ് പരിശോധന നടക്കുന്നത്. ഈ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആ പരിശോധന ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. താൽക്കാലികമായി അവസാനിപ്പിച്ച സ്കൂബ ടീം മടങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇടങ്ങളിൽ പരിശോധന ഉണ്ടാകുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പരിശോധിക്കാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ 2-ാം നമ്പർ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇനി അപ്പുറത്തേക്കുള്ള ഈ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിനും
3-ാം നമ്പർ പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള ഈ ഭാഗത്താണ് ഇനി പരിശോധന നടത്താനുള്ളത്. പക്ഷേ അത് അതീവ ദുഷ്കരമാണ്. കാരണം മാൻഹോൾ ഉള്ളത് ഇവിടെയാണ്. ഇതിനകത്തേക്ക് ഇറങ്ങി അങ്ങോട്ടേക്ക് പോകണം. അങ്ങോട്ടേക്ക് പോയെങ്കിൽ മാത്രമേ ഈ പറയുന്നത് പോലെ പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് വലിയ വെല്ലുവിളി തന്നെയാണ് ഇനിയും ഇവരുടെ മുന്നിലുള്ളത്. ഇനി ഏത് രീതിയിലാകും തെരച്ചിൽ എന്നുള്ളത് അടുത്ത നിമിഷങ്ങളിൽ അറിയാൻ കഴിയും. കാരണം ഒരു വശത്ത് മുഴുവൻ തെരഞ്ഞു കഴിഞ്ഞു. ആ തെരച്ചിലിൽ ഒന്നും തന്നെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സലിം മാലിക് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ. സലിം, ഇപ്പോൾ ഹരികൃഷ്ണനോട് സംസാരിച്ചവർ പറയുകയായിരുന്നു, ഒരു ഭാഗത്തു നിന്ന് കൃത്യമായി മാൻഹോളിൽ ഇറങ്ങി ഒരു പെർട്ടിക്കുലർ ദൂരം വരെയൊക്കെ അരിച്ചു പറക്കി എന്ന് പറഞ്ഞതുപോലെ അത്ര കൃത്യമായി പരിശോധിച്ചു. അവിടെ ഒന്നും തന്നെ ജോയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഏറെ ദുഷ്കരമാണ് ഈ മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കി താഴേക്ക് കൂടുതൽ പരിശോധിക്കുന്നതിന്, തെരച്ചിലിന്. ഇനി അടുത്ത നടപടികൾ ആ രീതിയിലാണോ? സലിം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ നിന്ന് എന്താണ് വിവരം നൽകാൻ കഴിയുന്നത്? സ്മിത, ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പരിശോധന തുടങ്ങിയ സ്ഥലം, അതായത് ഇന്നലെ ജോയി ഇറങ്ങിയ സ്ഥലം, ആ സ്ഥലത്താണ്. ഇപ്പോൾ പുതിയ സ്ക്യൂബ ടീം അംഗങ്ങൾ, ഒരു 2 സ്ക്യൂബ ടീം അംഗങ്ങൾ കൂടി ഒരിക്കൽ കൂടി ഓക്സിജൻ സിലിണ്ടർ എത്തിച്ചിട്ടുണ്ട്. അവരെ ഇതിനകത്തേക്ക്, ഈ ടണലിനുള്ളിലേക്ക് പോയി അവിടെ നിന്നും ഒരു പരിശോധന നടത്തണം എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അവർ പോകാൻ തയ്യാറായിരിക്കുകയാണ്. നമുക്കിതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയാൽ, അതായത് എന്തുകൊണ്ട് 26 മണിക്കൂർ കഴിഞ്ഞിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാൽ, അതായത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഈ റെയിൽവേ പ്രമിസിസ്, റെയിൽവേയുടെ ടണൽ ഉള്ളത് 119 മീറ്റർ, 117നും 119നും മീറ്റർ ദൂരമാണ് ഈ റെയിൽവേയുടെ ടണൽ ഉള്ളത്. ഈ ടണൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ജോയി ഇറങ്ങിയ ആ സ്ഥലം, അതായത് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശം, അവിടെ പോലും കഴിഞ്ഞ 26 മണിക്കൂറിനിടയിൽ മാലിന്യം നീക്കം ചെയ്തിട്ടും ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അവിടെ മാലിന്യം കെട്ടി നിൽക്കുന്നത്. അതായത് 26 മണിക്കൂർ മാലിന്യം നീക്കം ചെയ്തിട്ട് പോലും തീരാത്തത്രയും മാലിന്യം ഈ ഭാഗത്ത് മാത്രമുണ്ട്. ഇത് വളരെ ചുരുങ്ങിയൊരു പ്രദേശമാണ്. ഇത്രയും ഭാഗത്ത് മാത്രം അത്രയധികം മാലിന്യങ്ങൾ കുന്നുകൂടിയതാണ്. അതിനപ്പുറത്തേക്ക് ഈ 117 മീറ്ററിൽ ഈ സ്ഥലം, നമ്മളിപ്പോൾ ഈ ജോയി ഇറങ്ങിയ സ്ഥലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴക്കാലപൂർവ്വ ശുചീകരണം എന്നൊക്കെ പേരിനെങ്കിലും ശുചിയാക്കുന്ന സ്ഥലമാണ്. അവിടെ പോലും ഇത്രയധികം മാലിന്യം ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഈ ടണൽ നിർമ്മിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ശുചിയാക്കാത്ത അത്രയുമാണ് ഈ 117 മീറ്റർ എന്ന ദൂരം. അത്രയും സ്ഥലത്ത് ഒരിക്കൽ പോലും അതുകൊണ്ട് തന്നെ അത്രയും കാലത്തെ അഴുക്കുകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഈ സ്ക്യൂബ ടീം അംഗങ്ങൾ തന്നെ പോയവർ നമ്മളോട് പറഞ്ഞത് കല്ലുപോലെ, അതായത് വേസ്റ്റ് അത് കൂടി വന്ന് അത് പഴകി അത് കല്ല് പോലെ, പാറക്കല്ല് പോലെ ഇരിക്കുകയാണ്. അത് സാധാരണഗതിയിലുള്ള മനുഷ്യരെ കൊണ്ട് മാത്രം നീക്കം ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ഈ ടണലിന് ഇതിൻ്റെ റൂട്ട് മാപ്പിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളുണ്ട്. ഇത് എത്ര ദൂരമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ റൂട്ട് മാപ്പ് ഇന്നലെ റെയിൽവേ നൽകാനും തയ്യാറായിരുന്നില്ല. ഇന്നോടുകൂടിയാണ്, ഇന്ന് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉന്നതതല യോഗത്തിന് ശേഷമാണ് റൂട്ട് മാപ്പെങ്കിലും നൽകാൻ ഈ റെയിൽവേ തയ്യാറായത്. ഇപ്പോൾ റൂട്ട് മാപ്പ് നൽകിയെങ്കിൽ പോലും ഇടയ്ക്ക് ചെറിയ ചാലുകളും ചെറിയ ഒഴുക്കുകളുമുണ്ട്. അവിടേക്ക് ജോയി പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അവിടേക്ക് ഈ സ്ക്യൂബ ടീമിന് പോലും അങ്ങനെ എളുപ്പത്തിൽ കയറി ചെല്ലാനും കഴിയില്ല. മാത്രമല്ല ശ്വാസം എടുക്കുന്നതിന് പോലും പ്രയാസമുണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ്. ഈ ഓക്സിജൻ സിലിണ്ടറൊക്കെ കൊണ്ട് പോകുമ്പോൾ പോലും സാധാരണഗതിയിൽ നമ്മൾ ഒരു ചെളിവെള്ളത്തിൽ ഇറങ്ങിയാൽ എന്താകും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ഊഹിച്ചാൽ മതി. അതിനേക്കാൾ ദുഷ്കരമായ, അതിനേക്കാൾ അഴുക്കു നിറഞ്ഞ, അതിനേക്കാൾ വെല്ലുവിളി നിറഞ്ഞൊരു ദൗത്യമാണ് ഈ മനുഷ്യർ കഴിഞ്ഞ 24 മണിക്കൂറായി ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വെല്ലുവിളികളാണ് ഈ ജോയിയെ കണ്ടെത്താൻ കഴിയാതെ വരുന്നതിനുള്ള ആശങ്ക. മാത്രമല്ല ഈ 117 മീറ്ററിന് അപ്പുറത്തേക്ക് ജോയി പോയിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധനയുണ്ട്. മറ്റേതെങ്കിലും ഇടവഴിയിൽ നിൽക്കുന്നുണ്ടോ, തങ്ങി നിൽക്കുന്നുണ്ടോ എന്നതൊക്കെ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തണമെങ്കിൽ പോലും ഈ സ്ഥലം കടന്നു വേണം പോകാൻ. അതുകൊണ്ട് ഈ മാലിന്യം എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഫയർഫോഴ്സ് അധികൃതരോട് സംസാരിച്ചപ്പോൾ ഫയർഫോഴ്സ് മേധാവി തന്നെ നമ്മളോട് പറഞ്ഞത്, ഈ സ്ഥലം, ഈ റെയിൽവേ പ്രമിസസിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കോ മറ്റാർക്കെങ്കിലുമോ വൃത്തിയാക്കാൻ കഴിയില്ല. അതിൻ്റെ റെയിൽവേ കോൺട്രാക്ടർമാരോട് തന്നെ ആ മാലിന്യം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ അതിൻ്റെ ദൗത്യം തുടങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞ 26 മണിക്കൂറിലധികമായി ഇത്രയും ചെറിയ ഭാഗത്തു നിന്നുള്ള മാലിന്യം പോലും നീക്കം ചെയ്യാൻ കഴിയാത്തിടത്ത് എത്ര സമയമെടുക്കും ഈ ടണലിനുള്ളിൽ ഈ ശ്വാസം വിടാൻ കഴിയാത്ത നിലയിൽ ഈ മാലിന്യം മാറ്റൽ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അങ്ങനെ ആ പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുന്നത്. അപ്പോഴും ഈ സ്ക്യൂബ ടീം പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ഭാഗത്ത് ഈ മാലിന്യത്തിന് മുകളിൽ എവിടെയെങ്കിലും ജോയി തങ്ങി നിൽപ്പുണ്ടാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും വഴികൾ, കുരുക്കുകൾ, ഇടവഴികളൊക്കെ ഈ ഒഴുക്കിനിടയിൽ ഉണ്ടോ എന്നുള്ളത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.